കോടതികളിൽ നിന്ന് ബാക്ക് ടു ബാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമ്മൾ ആദ്യം പരിഗണിച്ചതാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് പ്രോസിക്യൂഷൻ. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. പൾസർ സുനി ഉൾപ്പെടെ കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രോസിക്യൂഷൻ. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. റോഷിപാൽ നമ്മളോടൊപ്പം തുടരുകയാണ്. റോഷി, കേരളം കണ്ട 8.5 വർഷക്കാലം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ വിധി ഉണ്ടായത്. പക്ഷേ അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. അപ്പീലുമായി കോടതി കയറുകയാണ് വീണ്ടും പ്രോസിക്യൂഷൻ. മധു, വലിയ പോരാട്ടത്തിന് ഒരു പോർമുഖം തുറക്കുകയാണ് ഇവിടെ സർക്കാർ അതിജീവിതയുടെ ആവശ്യപ്രകാരം. കാരണം 8.5 വർഷത്തെ കാത്തിരിപ്പിൽ വലിയ പോരാട്ടം നടത്തി. അത് വിചാരണ കോടതി മാത്രമല്ല, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോരാട്ടം നടത്തിയിട്ടും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അപ്പീലിൽ കൃത്യമായി പ്രോസിക്യൂഷൻ പരാമർശിക്കുന്നത്. സമൂഹത്തിന് ബോധ്യമുണ്ടാകണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യം സമൂഹത്തിനുണ്ടാകണം. അതൊരു സന്ദേശമായിരിക്കണം. പക്ഷേ നിലവിൽ വിചാരണ കോടതിയുടെ വിധി അത് തെറ്റായ സന്ദേശമാണ്. പ്രത്യേകിച്ച് കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അത് പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് ഉൾപ്പെടെയുള്ളവർ, ഈ 6 പേരുടെ ശിക്ഷ അവർക്ക് 20 വർഷത്തെ തടവാണ് വിചാരണ കോടതി വിധിച്ചത്. അത് വർദ്ധിപ്പിക്കണം, അവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്ന ആവശ്യം കൂടിയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. കാരണം കൂട്ടബലാത്സംഗം നടന്നു, ആ ബലാത്സംഗത്തിന് കൃത്യമായി തെളിവുകൾ വന്നു, അത് തെളിയിക്കപ്പെട്ടു. അത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിഞ്ഞതാണ്. അത് തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. പിന്നീടുള്ളത് 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവർ, 8ാം പ്രതി ദിലീപ്, ഒപ്പം 10ാം പ്രതിയായ ശരത്ത് ഉൾപ്പെടെയുള്ളവർ, ആ ശരത്ത് ഉൾപ്പെടെയുള്ളവർ അവരെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ. കാരണം അവർക്ക് ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവർ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ കൃത്യമായി ഇവരുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമായവരാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർ. അവർ കൂടി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃത്യമായി ശിക്ഷ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് വിചാരണ കോടതിയുടെ വിധി ആദ്യം റദ്ദാക്കണം. തുടർന്ന് അടുത്ത നടപടികളിലേക്ക് ഹൈക്കോടതി നീങ്ങണം. കടുത്ത ശിക്ഷ ഈ പ്രതികൾക്ക് ഉറപ്പുവരുത്തണം. അത് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകും എന്നാണ് വാദിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ അപ്പീലിനുള്ള മറ്റു പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാധു, അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാമർശങ്ങൾ അത് റദ്ദാക്കണമെന്ന ആവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പോലോസിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഒപ്പം കുറ്റപ്പെടുത്തലുകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ റദ്ദാക്കണമെന്ന ആവശ്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലോസിനെതിരെയുള്ള പരാമർശങ്ങൾ അത് പ്രോസിക്യൂഷന് പോലും അപകീർത്തികരമാണ് എന്നാണ് ഇപ്പോൾ അപ്പീലിൽ പറയുന്നത്. കാരണം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാമർശങ്ങളിൽ തെളിവുകളില്ലാതെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിച്ചത്. നിയമവിരുദ്ധമായ പരാമർശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് വാദം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉയർത്തുന്നത്. കോടതിയുടെ പരാമർശങ്ങൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അന്വേഷണത്തിനെതിരെയുള്ള നിഗമനങ്ങൾ വസ്തുതാപരമല്ല. അന്വേഷണം സമഗ്രവും വസ്തുനിഷ്ഠവുമായിരുന്നു. ഈ അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളിൽ അവർ നടത്തിയ തെളിവ് ശേഖരണങ്ങളിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള പ്രതി കൃത്യം നിർവഹിച്ച പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തിയതുകൊണ്ടാണ്, കൃത്യമായ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ആ പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ അന്വേഷണ സംഘ തലവനായ ബൈജു പോലോസും സംഘത്തിനും കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിജീവിതയെ വാഹനത്തിൽ വെച്ച് ആക്രമിച്ച ആളുകളെ മാത്രം ശിക്ഷിക്കുന്ന ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 8.5 വർഷക്കാലം നീണ്ട നിയമയുദ്ധത്തിന് ശേഷം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ, അതായത് സാധാരണക്കാരായ ഏറ്റവും താഴെയുള്ള പ്രൊഫൈലിലുള്ള ഈ ഒരു ക്രിമിനൽ കൂട്ടത്തിന് മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു ക്രൈം എന്ന നിലയ്ക്ക് മാത്രമാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് പിന്നിലുള്ള ഗൂഢാലോചന ആരുടേതാണ്? അതിന് പിന്നിലുള്ള ശ്രമവും പണവും സ്വാധീനവും ആരുടേതാണ്? ആരൊക്കെയാണ് പണവിനിമയത്തിൽ ഭാഗമാക്കായത്? ഇതൊന്നുമില്ലാതെ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇതിനായിരുന്നെങ്കിൽ ഇത്രയും കാലം നീണ്ട ഇത്രയും വലിയ നിയമ പോരാട്ടത്തിന് ആവശ്യമുണ്ടായിരുന്നോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് വിധി വന്നത്. അതിനെതിരെ പുതിയൊരു നിയമ പോരാട്ടത്തിന്റെ മുഖം തുറന്നിരിക്കുന്നു സർക്കാർ എന്നുള്ള